നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത് പുറത്തുനിന്നാണ്. നമ്മുടെ ബീച്ച് ആസ്പത്രിയുടെ മുമ്പിലത്തെ ലൈനിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ ചോറ് ഞാൻ പുറത്തുനിന്നാണ് കഴിച്ചത്. നമ്പു രാവിലെ ചപ്പാത്തി ആയിരുന്നു, ചപ്പാത്തിയും ഉള്ളിക്കറിയായിരുന്നു. അപ്പോൾ അത് കൊടുത്തു വിട്ടു. അവന് ചോറ് ഇഷ്ടമല്ല. അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയും ചോറ് വേണ്ട, വേറെ എന്തെങ്കിലും മതി എന്നൊക്കെ. രാവിലെ എന്താണോ അത് എന്തെങ്കിലും വെച്ചാൽ കൊടുത്താൽ മതി. അപ്പോൾ അവന് ഞാനതുകൊണ്ട് ചപ്പാത്തിയും ഉള്ളിക്കറിയും ഇങ്ങനെ കൊടുത്തു വിട്ടു. പിന്നെ ഇന്ന് മാർക്കറ്റിൽ പോയിട്ടില്ല കേട്ടോ. ഇന്നലെ ചായ കുറേ ബാക്കി വന്നു മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട്. ചിലർക്ക് നോമ്പുണ്ട്, അപ്പോൾ അത് കാരണം ചായ കുടിക്കില്ല കുറേ പേരൊന്നും. അപ്പോൾ ഇന്ന് മുഹറം 10 ആയതുകൊണ്ട് ഇന്നും അതേപോലെ തന്നെ കുറേ പേർക്ക് നോമ്പുണ്ടാവും. അപ്പോൾ വെറുതെ ഇങ്ങനെ എത്രയും നേരത്തെ എനിക്ക് ചായ ഉണ്ടാക്കി പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പോയിട്ടില്ല. ഞാൻ ലീവാക്കി നന്നായി കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടാണ് എനിക്ക് കുറച്ച് പണിയൊക്കെ തീർത്തിട്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. സുഖമായിട്ടിരിക്കും ഞങ്ങളിവിടെ. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും, പെട്ടെന്ന് ഇങ്ങനെ പോകും. ചോറ് ഞാൻ കോഫി ഹൗസിൽ ചോറ് കഴിച്ചത്. എനിക്ക് കോഫി ഹൗസിൻ്റെ ചോറ് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിഞ്ഞൂടെ എന്താണ്. സാധാരണ ഞാൻ പായസം കൂടി വാങ്ങാറുണ്ട്. പായസത്തിന് ഇപ്പോൾ ആദ്യമൊക്കെ 30 ഇപ്പോൾ 40 തോന്നുന്നു ഒരു ഗ്ലാസ് പായസത്തിന്. പക്ഷേ ഇനി ഞാൻ പായസം വാങ്ങിയില്ല, കാരണം എനിക്ക് വയറില്ല എല്ലാം കൂടി കഴിക്കാനായിട്ട്. അവർ വിളമ്പി നമുക്ക് കൊണ്ടുവരുന്ന ചോറുണ്ടല്ലോ, ആ ചോറ് തിന്നാൽ തന്നെ വയറ് ഫുള്ളാവും. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മിഠായി മേടിച്ചു, തേങ്ങ മിഠായി മേടിച്ചു. എനിക്ക് ചോറ് തിന്നു കഴിഞ്ഞാൽ മധുരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ വീട്ടിലാണെങ്കിലും ഞാൻ മധുരം കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ തേങ്ങ മിഠായിയാണ് വാങ്ങിയിട്ടാണ്. മിക്കവാറും ഞാൻ തേങ്ങ മിഠായിയാണ് മേടിക്കുക. തേങ്ങ മിഠായി നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് 2 ഇത് 2 തിന്ന് കഴിയുമ്പോഴത്തേക്കും സെറ്റാവും. വീട്ടിലാണെങ്കിലും എന്തെങ്കിലും മിഠായിയോ അല്ലെങ്കിൽ നമ്മൾ ചായയുടെ വല്ല സ്നാക്സും മധുരമുള്ളതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കഴിക്കും. ചോറ് തിന്ന പാടെ എന്തെങ്കിലും എനിക്കൊരു മധുരം ഇഷ്ടമാണ്, ഒരു ടേസ്റ്റാണ്. പിന്നെ ഒരു മഴയൊക്കെ വന്ന് കഴിഞ്ഞ് പോയതാണ്. ഇനിയിപ്പോൾ അടുത്ത മഴ പതിയെ വരാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ നിൽക്കുക കേട്ടോ. പിന്നെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടത് പോകുന്നുണ്ട്. ഭയങ്കര രസമാണ് ഗ്രൂപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രീ ആവുന്നതിനനുസരിച്ച് എല്ലാവരും വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അടിപൊളിയായിട്ട് പോകണം. മുമ്പ് ഇതുപോലെ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പിന്നെ അത് കുറേ തല്ലിപ്പിരിഞ്ഞ് ഈ ഗ്രൂപ്പ് അങ്ങനെ പോകില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര സെറ്റാണ്. പിന്നെ എല്ലാവരും തിരക്കാണ്. അപ്പോൾ എല്ലാവരും ഫ്രീ ടൈമിൽ ഇങ്ങനെ വന്ന് വർത്താനം പറയുന്ന രസമാണ് കേട്ടോണ്ടിരിക്കാനൊക്കെ ആയിട്ട്. നമ്മളും കുറേ മൈൻഡ് റിലാക്സ് ആവും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇതേ കണ്ട ബീച്ച് ആസ്പത്രിയുടെ മുന്നിലത്തെ ലൈനിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇട്ട വീഡിയോ മിനിഞ്ഞാമത്തെയാണ്. ഇതിപ്പോൾ ഇന്നലത്തെ കേട്ടോ. അത് സാരി ഉടുത്ത വീഡിയോ ഇന്നലത്തെയാണ്. ഇന്നലെ മാർക്കറ്റിൽ പോയത് സാരി ഉടുത്തിട്ടാണ്. അപ്പോൾ ഇന്നലെ രാവിലെ ചായ കച്ചവടത്തിന് പോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മിനിഞ്ഞാന്ന് കച്ചവടം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ ഇപ്പോൾ ചായ കുറച്ചാണ് കൊണ്ടുപോയത്. കുറച്ചെന്ന് വെച്ചാൽ സാധാരണ കൊണ്ടുപോകുന്ന ചായയിൽ കുറച്ച് അത്ര തന്നെ. അപ്പോൾ നോക്കുമ്പോൾ ചായ തികയാത്തൊരവസ്ഥയായിട്ടാണ്. അതങ്ങനെയാണ്, ചായ ഫുള്ളായിട്ട് കൊണ്ടുപോകുമ്പോൾ ചായ ബാക്കി വരും. അതിൽ നിന്ന് ഇത്തിരി അളവ് ഇത്തിരി കുറച്ചാൽ അന്ന് ചായ തികയൂല, അങ്ങനെയാണ്. പിന്നെ ഈ മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും എന്നോട് ചിലർ ചോദിക്കും എന്തിനാ ഈ മഴയത്ത് സാരി കൊടുത്ത് വന്നിട്ട് നടക്കാൻ പ്രയാസമല്ലേ എന്ന്. കുഴപ്പമൊന്നുമില്ല, അവിടെ സാരിയൊക്കെ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ച് നടക്കും അങ്ങനെ. പിന്നെ എനിക്ക് സാരി ഉടുക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ജോലി ചെയ്യണ ജോലിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ നടത്തവും കാര്യമൊക്കെ ആയിട്ട് അപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും. എന്നാലും വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പാൻറ്റും ബനിയനോ ഒക്കെയാണ് എനിക്കിഷ്ടം. പക്ഷെ മാർക്കറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി സാരി കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. ഇത് പിന്നെ അമ്മയുടെ സാരി കേട്ടോ. ബ്ലൗസും സാരിയും അമ്മയുടേതാണ്.
ഇത് ഉടുത്താൽ ശരിക്കും നല്ല കളറും നല്ലതാണ്, എനിക്ക് നന്നായി ചേർന്നൊരു കളറാണ്. പിന്നെ ഇത് പെട്ടെന്ന് ഉടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. ഈ സാരി ഒരു പോളിസ്റ്റർ മെറ്റീരിയലാണ്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പ്ലീറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് എടുക്കുമ്പോൾ തന്നെ വേഗം കിട്ടും, കുറേ നിന്ന് സമയം പോകുന്നില്ല. പിന്നെ ഈ മഴ പെയ്യുമ്പോൾ എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാർക്കറ്റിൽ മൊത്തം അങ്ങനെ തന്നെയാണ്. മഴ പെയ്യുമ്പോൾ എന്തായാലും മഴച്ചാറ്റിലൊക്കെ കൊള്ളും, പിന്നെ അവിടെ ഫുള്ള് ചളിവിളിയൊക്കെ ആയി കിടക്കുന്നുണ്ടാവും. അങ്ങനെ പിന്നെ എന്താ വേറെ വിശേഷം? കച്ചവടം കഴിഞ്ഞൊരു വിധം നേരെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാലുള്ള കുറച്ച് പണികളാണ്. ചില സമയത്ത് ഞാൻ ഈ ഒരു സ്റ്റൂളും വേസ്റ്റ് കൊട്ടൊക്കെ കഴുകി വയ്ക്കാൻ മറന്നല്ല, ചിലപ്പോൾ തോന്നും കുറച്ച് കഴിഞ്ഞിട്ട് കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്ന് ഉണങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന അവിടെ ഞാൻ കണ്ടപ്പോൾ വേഗം അത് കഴുകി വെച്ചിട്ട് അകത്തോട്ട് കയറാമെന്ന് വെച്ചത്. പിന്നെ ഇപ്പോൾ വണ്ടി ഞാനിപ്പോൾ കഴുകലില്ല, നന്ദുവാണ് വണ്ടി കഴുകി തരല്. എൻ്റെ കയ്യിലുള്ള സ്പീക്കറാട്ടെ, ഞാൻ പാട്ട് കേൾക്കുന്ന സ്പീക്കർ, അതില്ലാണ്ട് ഇപ്പോൾ ഒരു കാര്യമില്ല എന്നുള്ള പോലെയാണ്. എപ്പോഴും അത് വേണം എനിക്ക്. ഞാൻ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വീണ്ടും വാങ്ങിയിട്ടാണ്. ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ടാണ് കുറവുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഞാൻ ദേ വീണ്ടും വാങ്ങി. ഇവിടെ ഇവരാരും കഴിക്കില്ല, എനിക്കിത് കഴിച്ചപ്പോൾ ഇഷ്ടമായിട്ടാണ്. ഇതിൻ്റെ കുരുവാണല്ലോ നിറച്ച് കറുത്ത കുരുക്കളായിട്ട്, ആ റോസ് കളറിൻ്റെ ഉള്ളിൽ നിറച്ച് കറുത്ത കുരുക്കളാണ്. അപ്പോൾ അത് ശരിക്കും കടിച്ചിരുമ്പോൾ നല്ല രസമുണ്ട്, മറ്റേ കസ്കസൊക്കെ കടിച്ചിരുന്ന മാതിരി. അപ്പോൾ ഞാൻ രാവിലെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് ഒന്ന് കഴിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കഴിക്കാനെടുത്താണ് കേട്ടോ. ഇതിന് ശരിക്കും ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ല, പക്ഷെ ലൈറ്റ് മധുരം ഉണ്ട് കേട്ടോ. ഇത് തിന്നിരിക്കുമ്പോൾ പിന്നെ തിന്നും കൊണ്ടേ ഇരിക്കാൻ തോന്നും, അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇത് ഫസ്റ്റ് തിന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല, തിന്നും കൊണ്ടിരുന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കഷ്ണം തിന്നുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല, പിന്നെ നമ്മൾ തിന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ നല്ല രസമായിട്ട് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. എനിക്കിത് കാണാനും അതേപോലെ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞതുപോലെ തിന്നാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ചിലപ്പോൾ കുരുക്കളുണ്ട് നിറച്ച്, കണ്ടില്ല കറുത്ത കുരുക്കൾ, അതിങ്ങനെ കടിച്ച് നിറച്ചുണ്ടത്. അങ്ങനെ തിന്നുമ്പോൾ ഭയങ്കര കസ്കസൊക്കെ കടിച്ചിട്ടുണ്ട മാതിരിയാണ്. പിന്നെ അതിൻ്റെ കളറ് നാവുമ്പോൾ പിടിക്കുന്നുണ്ട് കേട്ടോ. മുറിച്ചത് കയ്യിൽ വയ്ക്കുമ്പോൾ കയ്യിൽ നിറമായിട്ടുണ്ട്, പിന്നെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നാവുമ്മലും അതിൻ്റെ നിറം ആവണുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ വന്ന പാടെ ഞാനൊരെണ്ണം മുറിച്ച് കഴിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ടും കാര്യമൊന്നുമില്ല, ഞാൻ തന്നെ തിന്നു തീർക്കണമല്ലോ, അപ്പോൾ പിന്നെ കേടാക്കി കളയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ കിലോ 2 കിലോ അല്ല, കിലോ 100 1 കിലോന് 100 രൂപയായിട്ട് അങ്ങനെയാണ്. അപ്പം ഞാൻ പിന്നെ വാങ്ങിയതാണ്. ഇപ്പോഴൊക്കെ അല്ലേ കുറയുമ്പോഴല്ലേ തിന്നാൻ പറ്റുള്ളൂ, വില കുറയുമ്പോഴല്ലേ ഇതൊക്കെ തിന്നാൻ പറ്റുള്ളൂ, വില കൂടുമ്പോൾ നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ. പിന്നെ എന്താണെന്നറിയില്ല, പിള്ളേർക്കൊന്നും ഇഷ്ടമായിട്ടില്ലായിരുന്നു, അവർ തിന്ന് നോക്കിയ പോലും ഇല്ല. അവക്കാടോ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കേട്ടോ. അവക്കാടോ എങ്ങനെ തിന്നേണ്ടതെന്ന് എനിക്കറിയില്ല. സംഭവം ഞാൻ വാങ്ങി വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പൊന്ന് തിന്നു നോക്കി. ഒരു ബദാമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്, എന്തോ ഒരു ടേസ്റ്റ്, പക്ഷേ തിന്നാൻ തോന്നണില്ല. അത് കണ്ടില്ലേ കയ്യിൽ നിറച്ച് നിറമായിരിക്കണത്. ഞാൻ ഈ ഒരു ഫ്രൂട്ട് മുറിച്ച് കയ്യിൽ വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ നിറം വന്നു. പിന്നെ അതേ തിന്ന് കഴിഞ്ഞപ്പോൾ നാവിനുണ്ടോ നിറം. ഞാൻ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി പിന്നെ കാണാം, ബായ്.